ദിവ്യകാരുണ്യ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സഹനങ്ങൾക്കും കണ്ണുനീരുകൾക്കുമുള്ള ഉത്തരം വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് സ്വന്തമാക്കാം. വിശുദ്ധ കുർബാന എപ്രകാരം നമ്മുടെ സഹനങ്ങൾക്കുള്ള ഉത്തരമാകും എന്ന് നമുക്ക് ഇന്ന് വിചിന്തനം ചെയ്യാം. പെസഹായിൽ ഈശോ അർപ്പിച്ച ബലിയുടെ പൂർത്തീകരണം തൻ്റെ പീഠാനുഭവത്തിലൂടെ കടന്നുപോയി കാൽവരിയിൽ ഈശോ അർപ്പിച്ച ബലിയിലാണെങ്കിൽ പ്രധാനമായും 3 വിധത്തിൽ ഈശോയുടെ സഹനങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, ശാരീരികമായിട്ടുള്ള സഹനം. ഒരു മനുഷ്യന് സഹിക്കുവാൻ കഴിയുന്നതെല്ലാം അപ്പുറമുള്ള സഹനം ഈശോ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്ന് നമുക്കറിയാം. ഈശോ അതെല്ലാം ഏറ്റെടുത്തത് എനിക്കും നിനക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ള ബോധ്യം നമ്മുടെയൊക്കെ മനസ്സുകളെ ഭരിക്കട്ടെ. കഠോരമായ വേദനയിലൂടെയും പീഡാസഹനങ്ങളിലൂടെയും കണ്ണുനീരുകളിലൂടെയും ഈശോ കടന്നുപോയി കാൽവരിയിൽ ഈശോ ബലിയർപ്പിച്ചത് സ്വന്തം ജീവനാണെങ്കിൽ അത് നമുക്ക് നേടിത്തന്നത് രക്ഷയാണെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, പാപം എന്താണെന്ന് പോലും അറിയാത്തവൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അത്രമേൽ കഠിനമായ പീഡകളാണ് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത്. ഒരാശ്വാസവാക്ക് പറയുവാനോ ഒന്ന് സാന്ത്വനപ്പെടുത്തുവാനോ സഹായിക്കുവാനോ ഒപ്പമായിരുന്ന് ആശ്വാസം പകർന്നു കൊടുക്കുവാനോ ആരുമില്ലാതിരുന്ന ആ കുരിശിൻ്റെ പാതയിൽ, കുരിശിൻ്റെ വഴിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് മുൻപേ കടന്നുപോയി നമുക്ക് രക്ഷ പകർന്നു നൽകിയ ഈശോ നാം അനുഭവിച്ച എല്ലാ സഹനങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് സ്വന്തമാക്കാം. രണ്ടാമതായിട്ടുള്ള സഹനം മാനസികമായിട്ടുള്ള സഹനമാണ്. ഒരുപക്ഷെ ശാരീരികമായ സഹനത്തെക്കാൾ എത്രയോ വേദനാജനകമായിരിക്കണം ഈശോ കടന്നു പോയിട്ടുള്ള മാനസികമായ സഹനം. തൻ്റെ പ്രിയപ്പെട്ടവരെന്നും പറഞ്ഞ് 3 വർഷക്കാലം ഒരുമിച്ച് കൂടെ കൊണ്ടു നടത്തിയ ശിഷ്യന്മാരാരും തന്നെ ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ തൻ്റെ സഹനത്തിൻ്റെ പാതി ഏറ്റെടുക്കുവാനോ അവിടെ ഈശോയുടെ കൂടെ ഇല്ലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ തള്ളിപ്പറയുമ്പോഴും ഒറ്റിക്കൊടുത്തപ്പോഴും ഓടിയകന്നപ്പോഴും ഈശോ അനുഭവിച്ച ആ ഒരു സങ്കടം, ആ ഒരു സഹനം നമുക്ക് ആർക്ക് വിവരിക്കുവാൻ കഴിയും? പ്രിയമുള്ളവരെ, ഓർക്കാം, ഈശോയുടെ ശിഷ്യരാണെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെയൊക്കെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ചിന്തയിലൂടെയും ഇത്തരത്തിൽ മാനസികമായ സഹനങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള വിചിന്തനത്തിനുള്ള സമയമായി നമുക്ക് ഈ നോമ്പുകാലത്തെ മാറ്റാം. തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യരെയും കൂട്ടി ഈശോ ഗത്സമനിൽ പോയി വിയർപ്പൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ തന്നോടുകൂടെ ഉണർന്നിരിക്കണമെന്നുള്ള ഈശോയുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ആവശ്യത്തെ പോലും വിലമതിക്കാനാവാതെ അവർ അവിടെ ഉറങ്ങുമ്പോൾ ഈശോ അനുഭവിച്ച സങ്കടം എത്രയോ വലുതായിരിക്കും. മാനസികമായിട്ടുള്ള ഒത്തിരിയേറെ കഠിന വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ബലിയായി അർപ്പിച്ചത്. മൂന്നാമത്തെ സഹനം ആത്മീയമായിട്ടുള്ള സഹനമാണ്. 100% മനുഷ്യനും 100% ദൈവവുമായവൻ മനുഷ്യൻ്റെ ബലഹീനതയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്നുള്ള നിലവിളിയോടുകൂടെ ദൈവപിതാവിൻ്റെ മുൻപിൽ കേണപേക്ഷിക്കുമ്പോൾ ഈശോ അനുഭവിച്ച ആത്മീയമായിട്ടുള്ള സഹനം നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു ബലപ്പെടുത്തലായിട്ട് മാറണം. ഇത്രയേറെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഒരാശ്വാസവാക്കോ ഒരു മറുപടിയോ ഒരു ഉത്തരമോ ലഭിക്കാതെ പോയത് ഈശോയുടെ ആത്മീയമായിട്ടുള്ള സഹനം തന്നെയാണ്. ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചുവോ എന്നുള്ള സംഘർഷം ഈശോ കുരിശിൽ കിടക്കുമ്പോഴും ഈശോയ്ക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടായിരുന്നിരിക്കണം. അത്തരം സഹനങ്ങളിലൂടെ ഈശോ കടന്നു പോയത് നമുക്കൊക്കെ വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറയണം. പലപ്പോഴും ഇത്തരത്തിലുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സഹനങ്ങളിലൂടെ നമ്മളും കടന്നു പോകുന്നുണ്ടാകും. ഒത്തിരിയേറെ രോഗങ്ങളും അസ്വസ്ഥതകളും വേദനകളും തകർച്ചകളും കണ്ണുനീരുകളും ഒക്കെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന വേദനകളും അസ്വസ്ഥതകളുമൊക്കെ നമ്മെ കൂടുതൽ തളർത്തുമ്പോൾ ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചുവോ എന്നുള്ള തിരിച്ചറിവുകളിലേക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ ഓർക്കാം, നമുക്ക് മുൻപേ കടന്നു പോയവൻ, നമുക്ക് രക്ഷ പകർന്നു തന്നവൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇവയെല്ലാം ഒരിക്കൽ സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ അടിക്കുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു എന്നുള്ള തിരുവചനമുണ്ട്. ഈശോയ്ക്ക് നമ്മോട് എത്രത്തോളം സ്നേഹമുണ്ടോ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് സഹനങ്ങളെ കണ്ടവരാണ് വിശുദ്ധർ.
വിശുദ്ധരെ പോലെ വിശുദ്ധിയിൽ നിലനിൽക്കണമെങ്കിൽ, ഈശോയുടെ പ്രിയപ്പെട്ടവരായി മാറണമെങ്കിൽ ക്രൂശിതനായ കർത്താവിങ്കലേക്ക് നോക്കി, കർത്താവേ, നീ നിൻ്റെ സഹനത്തിൻ്റെ ഒരു പങ്ക്, കുരിശിൻ്റെ ഒരു പങ്ക്, വേദനയുടെ ഒരു പങ്ക് എനിക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കും സാധിക്കണം. പരിത്യാഗത്തിൻ്റെയും സഹനങ്ങളുടെയും കനൽ വഴികളിലൂടെ ഈ നോമ്പുകാലത്തിൽ നമ്മൾ യാത്രയാകുമ്പോൾ തീർച്ചയായും വേദനകളെയും സഹനങ്ങളെയും കർത്താവിൻ്റെ കുരിശോടും വിശുദ്ധ ബലിയോടും ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരുപക്ഷെ അൽഫോൻസാമയേക്കാൾ കൂടുതൽ സഹിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും വ്യക്തികളുമൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് അവരാരും വിശുദ്ധരായിട്ട് മാറാത്തത്? കാരണം അവർ തങ്ങളുടെ സഹനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വാഴ്ത്തുവാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതങ്ങളിലെ സഹനങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിൻ എടുത്തു വാഴ്ത്തുന്നതിന് വേണ്ടി നമ്മൾ മുറിച്ചു നൽകുമ്പോൾ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് അത് വാഴ്ത്തി അത് അനുഗ്രഹമാക്കി മാറ്റും. ഒരു കൈകൊണ്ട് ദൈവം തല്ലുമ്പോൾ മറു കൈകൊണ്ട് ദൈവം ആശ്വസിപ്പിക്കും എന്നുള്ള പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കട്ടെ. കയ്പുനീര് നൽകുന്ന ദൈവം തന്നെ പഞ്ചസാരയും തരുമെന്നുള്ള അൽഫോൻസാമയുടെ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കട്ടെ. സഹനങ്ങളിലൂടെ മാത്രമേ വളർച്ചയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹനങ്ങളിൽ പതറാതെ ദൈവം വാഴ്ത്തുന്നതിനു വേണ്ടി നമ്മുടെ സഹനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഓരോ വിശുദ്ധ ബലിയിലും നാം പങ്കെടുക്കുമ്പോൾ കാഴ്ചയർപ്പണ വേളയിൽ അപ്പത്തിനോടും വീഞ്ഞിനോടുമൊപ്പം നമ്മുടെ സഹനങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി, ദൈവത്തിൻ്റെ അഭിഷേകത്തിനായി ദൈവം വാഴ്ത്തുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കലൊരു ധ്യാനഗുരു പങ്കുവച്ച അനുഭവം ഓർമ്മിക്കുകയാണ്. അഭിവന്ദ്യ ബോസ്കോ പുത്തൂർ പിതാവ്, അദ്ദേഹം വൈദികനായിരിക്കുന്ന സമയം കുറേ വിശ്വാസികളോടുകൂടെ തൃശ്ശൂരിലുള്ള കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ഡൊമിനിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ദിവസം പോകുവാനിടയായി. അങ്ങനെ അവിടെയൊക്കെ നടന്നു കണ്ട അദ്ദേഹം ഡോർമെറ്ററിയിലെത്തി. അവിടെ ഡോർമെറ്ററിയിൽ ഒത്തിരിയേറെ കട്ടിലുകളൊക്കെ കിടക്കുന്നുണ്ട്. ആ കട്ടിലുകളുടെ അറ്റത്ത്, ഡോർമെറ്ററിയുടെ അറ്റത്ത് ഒരു വലിയ ക്രൂശിത രൂപം. ആ ക്രൂശിത രൂപത്തിനു താഴെ ഒരു ബലിപീഠം. ബലിപീഠത്തിൽ ഒരു വലിയ പറ നിറയെ ഗോതമ്പ് മണികൾ, അതിൽ ഒരു മരത്തിൻ്റെ സ്പൂൺ, തൊട്ടടുത്തായിട്ട് ഒരു കാസ, അതിലും നിറയെ ഗോതമ്പ് മണികൾ. ക്രൂശിത രൂപത്തിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയെങ്കിലും ഈ കാസയുടെയും ഗോതമ്പ് മണികളുടെയും ഒക്കെ അർത്ഥം മനസ്സിലാകാതെ പോയപ്പോൾ ബോസ്കോ പുത്തൂർ അച്ഛൻ അവിടുത്തെ ഡയറക്ടറായ അച്ഛനോട് ഇപ്രകാരം ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ആ ഡയറക്ടർ അച്ഛൻ ഇപ്രകാരം പറഞ്ഞു, ഒത്തിരിയേറെ മാനസിക, ശാരീരിക, ആത്മീയ സംഘർഷത്തിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവിടെയുള്ളവർ. ലോകത്തിൻ്റെ മുൻപിൽ ശാപമായി കാണപ്പെടുന്ന കുഷ്ഠരോഗം, അത് വന്നതുമൂലം തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്നും, തൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവലയത്തിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ടവരാണ് ഇവിടെയുള്ളത്. അവർ ഇവിടെ ആയിരിക്കുമ്പോൾ മുറിവുകളുടെ ദുർഗന്ധവും, മുറിവുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും, അതുപോലെ കുളിക്കാനും അതുപോലെ തന്നെ വൃത്തിയായി നടക്കുവാനും സാധിക്കാത്ത അവസ്ഥകളും, മാനസിക ശാരീരികമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകളുമൊക്കെ അവരെ തളർത്തുമ്പോൾ അവർ ഉറക്കെ നിലവിളിക്കും. ഒരുപക്ഷെ മറ്റുള്ളവരെ പ്രഹരിക്കും, മറ്റുള്ളവരെ ആക്രമിക്കും. അത്തരത്തിൽ തങ്ങൾക്ക് സഹിക്കുവാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള വേദനകൾ വരുമ്പോൾ അവർ ഓടിച്ചെന്ന് ഈ ഗോതമ്പ് പണി നിറച്ചു വെച്ചിരിക്കുന്ന പറയിൽ നിന്നും ഒരു സ്പൂൺ ഗോതമ്പെടുത്ത് കാസയിലേക്കിടും. തങ്ങളുടെ സഹനങ്ങളെയും വേദനകളെയും ആ ഗോതമ്പ് മണിയോട് ചേർത്ത് അവർ ആ കാസയിലിടും. ശനിയാഴ്ച വൈകുന്നേരം ഈ കാസയിലെ ഗോതമ്പ് മണികൾ ശേഖരിച്ച് അത് പൊടിച്ച് അത് അപ്പമാക്കി മാറ്റി. ആ അപ്പമാണ് ഞായറാഴ്ച വിശുദ്ധ ബലിക്കുള്ള അപ്പമായി എടുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ കണ്ണുനീരുകളും നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പമാക്കി മാറ്റുവാൻ, ഈശോ വാഴ്ത്തുന്നതിന് വേണ്ടി നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതങ്ങളും കൂടുതൽ അനുഗ്രഹപ്രദമാകും. ഓർമ്മിക്കാം, വിശുദ്ധ കുർബാന സഹിക്കുന്നവർക്കുള്ള ഔഷധമാണ്. നീ കടന്നുപോയ സഹനങ്ങളിലൂടെയെല്ലാം ഒരിക്കൽ നിനക്ക് വേണ്ടി കടന്നുപോയവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവാണ് ഇന്നും ജീവിക്കുന്നവനായി വിശുദ്ധ കുർബാനയിലൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നീ അർപ്പിക്കുന്ന, നീ പങ്കുചേരുന്ന വിശുദ്ധ ബലിയിൽ എൻ്റെ ഈശോയെ, എൻ്റെ സഹനങ്ങളെ നീ വാഴ്ത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ മാനസിക, ശാരീരിക, ആത്മീയ സഹനങ്ങളെ, നൊമ്പരങ്ങളെ, വേദനകളെ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ തീർച്ചയായും അവൻ അത് വാഴ്ത്തി അനേകർക്കുള്ള ഔഷധമായി മാറ്റും എന്നുള്ള വലിയ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.
സഹനങ്ങൾ ഈശോയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്താതെ ഈശോയെ കൂടുതലായി അള്ളിപ്പിടിക്കുവാനുള്ള വലിയ ഒരു അവസരമാക്കി നമുക്ക് മാറ്റാം. കർത്താവെ, കുരിശുകൾ നീ എടുത്തു മാറ്റണമേ എന്നല്ല, അതിനപ്പുറം കുരിശുകൾ വഹിക്കുവാൻ എൻ്റെ തോളിന് ബലം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ നോമ്പുകാലത്ത് നമുക്ക് ഈശോയോട് കൂടെ ആയിരിക്കാം. കൂടുതൽ സഹനങ്ങളിലൂടെ ഈശോയെ കൂടുതലായി സ്നേഹിക്കുവാൻ, ഒരു പടി കൂടെ ഈശോയെ അടുത്തനുഗമിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ ഈ നോമ്പുകാലത്തിൽ ഈശോ നമുക്ക് സമൃദ്ധമായി നൽകട്ടെ. ആമേൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.